പടങ്ങൾ ദിവസം അറിയുന്നു, പലതും നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. അപ്പം പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു, ഒരാഴ്ചയിൽ ഇത്ര പടങ്ങൾ നമുക്കത് അറിയാമായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കാരണം ഒരുപാട് പടങ്ങൾ ഇറങ്ങുന്നു, ഒരു ആക്ട്രസ് തന്നെ പറഞ്ഞതാണ് അത്രയും. ഇല്ല, ഇപ്പോഴും നമുക്ക് ഒരുപാട് സിനിമകളിൽ പല സിനിമകളും ഇറങ്ങുന്നതും പോകുന്നതും നമ്മൾ അറിയുന്നില്ല. ബിക്കോസ് ഈ പറയുന്ന പോലെ അത്രയും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്കൊരു ഈ ഒരു വെള്ളിയാഴ്ചയാണ് ആകെ ഇറക്കാനുള്ളതുള്ളൂ. ഒരു മാസത്തിൽ 4 വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഈ 4 വെള്ളിയാഴ്ചകളിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടാവും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇറക്കുക എന്ന് പറയുന്നതല്ലാതെ, അല്ലെങ്കിൽ വലിയ സിനിമകൾ വരുമ്പോൾ കുറച്ച് അതിന് സൈഡിൽ കൂടെ ചിലപ്പോൾ ഇറങ്ങി പോകുന്നവരുണ്ടാകും. കുറേ ചെറിയ സിനിമകൾ ഒരു വെള്ളിയാഴ്ച റിലീസാവുന്നുണ്ടാകും. സോ ആ വെള്ളിയാഴ്ച ഈ ജനങ്ങൾക്ക് തോന്നണം ഇന്ന സിനിമ കാണാൻ തിയേറ്ററിൽ പോകണം. ഇതൊക്കെ നമ്മളുടെ ലൈഫെല്ലാം ഈ പറയുന്ന ഒരു ഓഡിയൻസ് പെർസ്പെക്റ്റീവിലായിരിക്കണം. അവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ, അവർ കാണുന്ന സിനിമകൾ, അങ്ങനെയൊക്കെ വരുമ്പം ഇവിടെ ഒരുപാട് സിനിമ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം കുറവാണ്. ഇപ്പോഴത്തെ ഒരു ഇതിൽ കഴിഞ്ഞ മാസം 2 സിനിമകളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ പുതിയതായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലം നോക്കുമ്പോൾ നമുക്ക് വേറെ സിനിമ മാത്രമേ നമുക്കൊരു എന്റർടൈൻമെന്റ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. ഇപ്പം ഞാനൊരു ലേമാനാണ് അല്ലേ, ഒരു ഓഡിയൻസ് ആണ്. അപ്പം എനിക്ക് ഓരോ സിനിമ വരുമ്പോഴും അറിയാം ഇന്നെന്നാ വരും. ഇന്ന് നമുക്ക് മറ്റു കാര്യങ്ങളുണ്ട്, യുനോ, ഇഫ് നോട്ട് ദിസ് OTT, അതർ തിങ്സ് കോം. സോ ഭയങ്കര സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഒരാളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ആക്ച്വലി മാർക്കറ്റിംഗ് ഹാസ് ടു ബി എക്സ്ട്രീംലി സ്ട്രോങ്. അതെ. ഇപ്പം ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം പറയണമെങ്കിൽ നൃത്തത്തിലാണെങ്കിൽ കൂടി ചേച്ചി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മറ്റൊരാളുടെ ഡയറക്ഷനിൽ അഭിനയിക്കുക നല്ല സുഖമുണ്ട്. വിഷ്ണു പറയുണ്ടായി സിനിമ ഷൂട്ടിങ്, അതായത് ചേച്ചിയുടെ ഭാഗം തുടങ്ങുന്ന ആദ്യത്തെ 2 ദിവസം വിഷ്ണു ചേച്ചിയുടെ കണ്ണിൽ പെടാതെ മാറി നടക്കുമായിരുന്നു. അങ്ങനെയായിരുന്നോ എന്ന് പറയുന്നു? അതായത് വിഷ്ണു പറയാണ് ശരിക്കും 2 ദിവസം ഞാൻ മാമിന്റെ കണ്ണിൽ പെടാതെ നടന്നു. കാരണം അത്രയും നാളത്തെ ഒരു സ്ട്രഗിൾ ആണല്ലോ വിഷ്ണുവിന്റെ ചേച്ചീനെ സിനിമയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പറഞ്ഞ കാര്യം, ഈ സിനിമയുടെ ട്രെയിലർ കണ്ടുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നല്ല നല്ല കോസ്റ്റ്യൂംസ് ആണ് ചേച്ചിയുടെ, അതെല്ലാം സെലക്ഷൻ ചേച്ചി തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് അങ്ങനെ? അങ്ങനെ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസത്തിനുള്ളിൽ നമ്മൾ എന്താ പറയുക, ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല ഇത് ഫിക്സ് ചെയ്യാൻ. അപ്പോൾ പിന്നെ ഇനി ഒരാളെ വെച്ച് കൺസൾട്ട് ചെയ്ത് എൻ്റെ അപ്രൂവൽ ഞാൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് പോയി എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് പോയി. അങ്ങനെയാണ് ചെയ്തത്, ഈസി ആക്കി കൊടുക്കുക ഞാൻ ചെയ്തത്. ലക്ഷ്മിയിൽ എത്രത്തോളം മേതിൽ ദേവിക ഉണ്ടാവും? ആരാ ലക്ഷ്മി? ഞാൻ ആ സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ചേച്ചിയുടെ കഥാപാത്രത്തിന്റെ പേര് ലക്ഷ്മി എന്നല്ലേ? അല്ല, ഞാൻ സംവിധായകരുടെ അനുവാദം ചോദിച്ചിരുന്നു. ലക്ഷ്മി പേര് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ലക്ഷ്മിയിൽ എത്ര ഞാനുണ്ടോന്നോ ആകെ അറിഞ്ഞോ? അവിടെ ഇവിടെയൊക്കെ ചിലപ്പോ കാണും. എന്താണിത്? അവിടെ ഇവിടെ പറയും ചിലപ്പം കാണും. ഞാനോന്നല്ലല്ലോ, ഒരു അങ്ങനത്തെ ഒരു സ്ത്രീയാണ് അവര്. ഫുള്ളി എനിക്ക് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം ചില കഥാപാത്രങ്ങൾ നമ്മുടെ ആത്മാംശം ഉണ്ടാവും പറയാറില്ലേ? അങ്ങനെ ഒരു അംശമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞങ്ങളുടെ സേവിയ ചേച്ചി അല്ല, ഇത് നിഖിലയുടെ അടുത്തിരുന്ന് ഇതൊന്നും എന്റെ അല്ല, ഇതൊന്നും എന്റെ അല്ല. നിഖിലയുടെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് കൂടിയതാണ്. നമ്മൾ അത്ര എത്തില്ല ചേച്ചി. എന്റെ ദൈവമേ. ഹക്കീം പറഞ്ഞു, ഹക്കീമിന് പേര് പോലും ഇല്ലാത്ത കഥാപാത്രമാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അനുവിലേക്ക് വരുമ്പോ പേരുള്ള കഥാപാത്രമാണ് അല്ലെ? കഥാപാത്രത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ? അതാണ്, കഥാപാത്രത്തിന്റെ എന്ത് പറഞ്ഞാലും ഇതിന്റെ ഒരു കഥയുടെ സ്പോയിലറായി ഇപ്പം ആരൊക്കെ തമ്മിലാണ് പേരെന്നോ അല്ലെങ്കിൽ ആര് തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥയുടെ ഒരു മെയിൻ എലമെന്റ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പം അത് അതിന്റെ ഒരു ഭംഗി കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം നഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു കംപ്ലീറ്റ് പ്രണയ സിനിമയാണ്. അത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടാഗ് ലൈനിലും ഉണ്ടല്ലോ അല്ലെ, കംപ്ലീറ്റ് പ്രണയ. എല്ലാവർക്കും ഓരോ പേയേഴ്സ് ഉണ്ട്, അത് നമുക്ക് ഉറപ്പിക്കാം. എന്റെ പേര് നിങ്ങൾ ഇതൊരു പുതുമയുള്ള സിനിമയാണ്. വിഷ്ണു മോഹന്റെ അനുമോഹനും ഹക്കീമും ബേറാവുന്ന ചേച്ചിയും നിഖിലയും ബേറാവുന്ന പ്രത്യേകതരം സിനിമയാണ്.
അപ്പം അനു പറയുന്നത് ഇതൊരു പ്രണയ സിനിമയാണെന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് അല്ലേ കഥ ഇന്ന് വരെ. ഇതിനകത്ത് ഏറ്റവും നമ്മളെല്ലാവരെയും, അതായത് ഞങ്ങളെല്ലാവരും എക്സൈറ്റ് ചെയ്യിക്കുന്ന ഫാക്ടറാണ് ചേച്ചിയുടെ അഭിനയം കാണാൻ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യണം. അങ്ങനെയൊന്നും വലിയ സംഭവങ്ങളൊന്നും അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്ന് അല്ലേ? അല്ല എനിക്കില്ല, കാരണം നമ്മൾ ഇതുവരെ കാണാത്ത ഒരാൾ ഇത്രയും നാള്, പ്രത്യേകിച്ച് നമ്മളെ പോലെ ഡാൻസ് ഇഷ്ടപ്പെടുന്ന, ഡാൻസ് കളിക്കുന്ന എല്ലാവർക്കും ആരാധനയോടെ കാണുന്ന ആളാണ് ചേച്ചി. അപ്പൊ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് അത് ഇന്ന് വരെ കാണാൻ വരണം? പറ ചേച്ചി, പറ. ചേച്ചി ഉള്ളതുകൊണ്ട്, ഞാനുള്ളതുകൊണ്ട് ഭയങ്കര എളിമ. അതെ, ഇത്രയും നായിക കിട്ടൂല. പറയ ഹക്കീം. പടം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളോട് പറയാൻ പറഞ്ഞു, ഞാൻ പറയാം. ഓഹോ, പടം എന്തായാലും മോശമാവില്ല. പർപ്പസ്ഫുള്ളി ആരെങ്കിലും മോശം പറഞ്ഞാലേ ഉള്ളൂ. എക്സാക്ട്ലി അതാണ് നിങ്ങളോട് പറയാൻ വിഷ്ണു മോഹൻ പറഞ്ഞു. അല്ലല്ല, ഞാൻ പടം കണ്ടിട്ടില്ല. അതും പറഞ്ഞു വിഷ്ണു, പടം ഞാൻ ആരെയും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ കഥ അറിയാലോ. നല്ല നല്ല പടം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്.